കിട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈ പാഷൻ നെറേറ്റീവ്സ് ഇല്ലേ, പീഡാനുഭവ പ്രവചനങ്ങൾ, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഈശോ വധിക്കപ്പെടും എന്ന് പറയുമ്പോൾ തന്നെ അവർ ഷോക്കായി. പിന്നെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അവർക്ക് അത്ര ബോധമല്ല, പക്ഷെ അത് നിഗൂഢമായിട്ട് അവിടെ ഇരിക്കുക. അതുകൊണ്ട് അവർക്ക് ബോധമല്ലെങ്കിലും അവരെ ലളിതമാക്കി ഈശോ അത് കൊടുക്കണില്ല. ആ വചനം കഠിനമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതാണ് ലൂക്കാ 45. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ പീഡാനുഭവ പ്രവചനം മനസ്സിലായില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. ആ നിഗൂഢ വചനമാണത്. ഇപ്പൊ നിഗൂഢ വചനങ്ങളുണ്ട്. അതിനുശേഷം ഇപ്പൊ നിഗൂഢ വചനങ്ങള് കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള വചനങ്ങൾ ഈ ഒക്കൾട്ടായിട്ട് മാറണത്. ഈ ഒക്കൾട്ടായിട്ട് വരുന്ന ഗൂഢവചനങ്ങളെയാണ് ശരിക്കും താബോർ ആ മുദ്രവെച്ച വചനത്തിൻ്റെ സീല് പൊട്ടിക്കണത്. അതാണ് മോശയെ കാണിക്കുന്നുണ്ട്, താബോറിൽ ഏലിയയെ കാണിക്കുന്നുണ്ട്. ഉയർപ്പ് എന്താണെന്ന് മനസ്സിലാവും. ഏലിയ 700 കൊല്ലം മുമ്പും മോശ 1200 കൊല്ലം മുമ്പും എടുക്കപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാണ് കർത്താവിൻ്റെ കൂടെ. ഈ കാഴ്ച പറയണത് പിന്നെ താഴേക്ക് വരുമ്പോൾ പറയും, ഇതുപോലെ ഞാനും ഉയർക്കും. പറഞ്ഞു, ഇതുപോലെ ഞാനും ഉയർക്കും, പക്ഷെ ഞാൻ ഉയർക്കണവരെ കണ്ട കാഴ്ച ആരോടും പറയരുത്. ഇത് മനോഹരമാണെന്ന ബൈബിള്. മർക്കോസ് 9:9. അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നത് വരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്നിറങ്ങിപ്പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. ഇപ്പൊ ഇവിടെ മനസ്സിൽ സംശയം ഉണ്ടായില്ല ഉയർത്തുന്നപ്പോ എന്താണ്. പക്ഷെ അത് നിഗൂഢ വചനം